ഹരേ ഗുരുവായൂരപ്പ ശരണം. എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം. ഭഗവാനും നാരദരും തമ്മിലുള്ള രസകരമായൊരു സംവാദത്തിൻ്റെ കഥ കേൾക്കാം ഇന്ന്. ഒരിക്കൽ നാരദമുനി ഭഗവാനോട് ചോദിച്ചു, പ്രഭോ, എന്തുകൊണ്ടാണ് അങ്ങയുടെ ക്ഷേത്രങ്ങളിൽ ഗരുഡൻ്റെ പ്രതിമ, ആ വിഗ്രഹം വയ്ക്കുവാനുള്ള ആ ഒരു നിഷ്കർഷയുള്ളത്? എന്തുകൊണ്ട് എൻ്റെ പ്രതിമ വയ്ക്കുന്നില്ല? ഞാനും അങ്ങയുടെ ഒരു പരമഭക്തനല്ലേ? ഇതിന് മറുപടി പറയുവാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ പുറത്തു നിന്നും എന്തോ ഒരു വീഴുന്ന ശബ്ദം കേട്ടു ഭഗവാനും നാരദരും. എന്താണത് എന്ന് ഭഗവാൻ ചോദിച്ചു. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഗരുഡൻ അപ്പോഴവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഭഗവാൻ പറഞ്ഞു നാരദരോട്, ഗരുഡനെ ഞാനൊരു കാര്യത്തിനായി അയച്ചിരിക്കുകയാണ്. അങ്ങൊരു കാര്യം ചെയ്യാമോ? അങ്ങേക്ക് അവിടെ എന്താണ് ഉണ്ടായതെന്ന് ഒന്ന് നോക്കി വരാൻ പറ്റുമോ? ഭഗവാൻ ചോദിച്ചു. അപ്പോൾ ഭഗവാനെ പ്രീതിപ്പെടുത്തുവാനുള്ള ആ ആവേശത്തിൽ നാരദമുനി പുറത്തേക്കോടി. എന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ അദ്ദേഹം തിരികെ എത്തി ഭഗവാനോട് അറിയിച്ചു, പ്രഭോ, അവിടെ ഒരു പാൽക്കാരി തെന്നി വീണതാണ്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു നാരദരോട്, അവളുടെ പേരെന്താണ്? നാരദമുനി വീണ്ടും പുറത്തേക്കോടി. എന്നിട്ട് വേഗം തന്നെ മറുപടിയുമായി തിരികെ വന്നു. പ്രഭോ, ശാരദ എന്നാണ് അവരുടെ പേര്. അപ്പോൾ ഭഗവാൻ വീണ്ടും ചോദിച്ചു, അവരെവിടെ പോവുകയായിരുന്നു എന്ന്. നാരദമുനി ഒരിക്കൽ കൂടെ പുറത്തേക്കോടി. എന്നിട്ട് ആ സ്ത്രീയുമായി സംസാരിച്ച് വേഗം തന്നെ തിരിച്ചെത്തിയ ശേഷം ഭഗവാനോട് പറഞ്ഞു, അവർ കച്ചവടത്തിനായി പോവുകയായിരുന്നു പ്രഭോ. അവരെങ്ങനെയാണ് വീഴാൻ ഇടയായത് എന്ന് ഭഗവാൻ വീണ്ടും ചോദിച്ചു. അപ്പോഴേക്കും നാരദർക്ക് കുറേശ്ശെ നീരസം തോന്നി തുടങ്ങി. ഈ ചോദ്യം ഞാൻ നേരത്തെ പോയപ്പോൾ അങ്ങ് എന്താണ് ചോദിക്കാഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് നാരദമുനി പിന്നെയും പുറത്തേക്കോടി. എന്നിട്ട് തിരികെ വന്ന ശേഷം പറഞ്ഞു, അവരുടെ മുന്നിലൂടെ ഒരു സർപ്പം കടന്നുപോയി. അത് കണ്ട് പേടിച്ചാണ് അവർ വീണത് പ്രഭോ. അപ്പോൾ വീണ്ടും അതാ ഭഗവാൻ ചോദിക്കുന്നു, അവരുടെ കയ്യിലുള്ള പാൽക്കുടം പൊട്ടിപ്പോയോ നാരദരെ? നാരദമുനി ശരിക്കും അസ്വസ്ഥതയായി. വൈകുണ്ഠത്തിന് പുറത്തേക്ക് പോയി ആ സ്ത്രീയെ വീണ്ടും സമീപിച്ച് ചോദിച്ചു മുനി. എന്നിട്ട് വളരെ സന്തോഷത്തോടുകൂടി തിരികെ വന്ന് പറഞ്ഞു, പ്രഭോ, അവരുടെ കയ്യിൽ 2 പാൽക്കുടങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നുടഞ്ഞു പോയി, ഇനിയൊരെണ്ണം ഉള്ളത് ഇരട്ടി വിലയ്ക്ക് വിൽക്കുവാനാണ് അവരുദ്ദേശിക്കുന്നത്. അവരെന്തു വിലയ്ക്കാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് മുനി എന്ന് ഭഗവാൻ വീണ്ടും ചോദിച്ചു. എനിക്ക് അത് വാങ്ങാമെന്നുണ്ട്. വീണ്ടും പറഞ്ഞു മുനി, ക്ഷമിക്കണം പ്രഭോ, ഞാനത് അന്വേഷിക്കാൻ വിട്ടുപോയി. ഇപ്പോൾ തന്നെ ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് മുനി വീണ്ടും പുറത്തേക്ക് പാഞ്ഞു. സാരമില്ല, ഞാൻ വേറെ ആരെങ്കിലും അയച്ചു കൊള്ളാമെന്ന് ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ സമയത്താണ് ഗരുഡൻ അവിടെ എത്തിയത്. ഭഗവാനും നാരദരും തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് ഗരുഡൻ ഒന്നും അറിയില്ലായിരുന്നു. ഭഗവാൻ ഗരുഡനോടായി പറഞ്ഞു, അല്പം മുൻപേ എന്തോ ഒന്ന് വീഴുന്നൊരു ഒച്ച കേട്ടു, ഒന്ന് പോയി അന്വേഷിച്ചു വരൂ. ഗരുഡൻ പുറത്തേക്ക് പോയി. ഭഗവാൻ നാരദരെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു, ഗരുഡൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾക്ക് നോക്കിക്കളയാം. അല്പസമയത്തിനുള്ളിൽ ഗരുഡൻ മടങ്ങിയെത്തി. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, പ്രഭോ, ശാരദ എന്നൊരു പാൽ വിൽപ്പനക്കാരി കച്ചവടത്തിനായി പോകവേ ഒരു സർപ്പത്തിനെ വഴിയിൽ കണ്ടു പേടിച്ച് കാലിടറി വീണു അവർ. അവരുടെ കയ്യിൽ 2 പാൽക്കുടങ്ങൾ ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം പൊട്ടിപ്പോയി. ഇനിയുള്ള ആ ഒരു പാൽക്കുടം വിൽപ്പന നടത്തി പൊട്ടിപ്പോയ പാലിൻ്റെയും ആ കുടത്തിൻ്റെയും വില എങ്ങനെ കിട്ടാനാകുമെന്നോർത്ത് അവർ വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞാൻ അങ്ങ് ആ പാൽക്കുടം വാങ്ങുമെന്ന് അവരോട് പറഞ്ഞു. അങ്ങയുടെ പത്നി ഭാഗ്യത്തിൻ്റെ അതിദേവതയാണല്ലോ. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, പാലിൻ്റെ വില എന്താണ്? 4 ചെമ്പു നാണയങ്ങളാണ് അവർ വിലയായി പറഞ്ഞത്. അങ്ങയുമായുള്ള ഇടപാടായതുകൊണ്ട് നല്ല ലാഭമുണ്ടാക്കാനാകുമെന്ന് അവർക്ക് പ്രതീക്ഷയുമുണ്ട് പ്രഭോ. ചിരിച്ചുകൊണ്ട് ഭഗവാൻ നാരദമുനിയെ നോക്കി. എന്തുകൊണ്ടാണ് ഗരുഡ വിഗ്രഹം ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നതെന്ന്
ഇതോടുകൂടി നാരദർക്ക് മനസ്സിലായി, ഗരുഡൻ ഭഗവാന്റെ ഒരു നല്ല സേവകനാണ്. എന്തു കാര്യവും നല്ലതുപോലെ ഗ്രഹിച്ച് മുൻകൈയെടുത്ത് വേണ്ടതുപോലെ ചെയ്യുവാനുള്ള കഴിവുണ്ട് ഭഗവാന്റെ ആ ഭക്തന്. ഗരുഡൻ നമ്മുടെ സങ്കടങ്ങളെ ഞൊടിയിടയിൽ ഭഗവാന്റെ മുന്നിൽ എത്തിക്കുന്നു. നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അതെങ്ങനെ പരിഹരിക്കണമെന്നും ഗരുഡന് വളരെ നന്നായിട്ട് അറിയാം. വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ഗരുഡനെ സ്മരിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തിയാണ് നൽകുന്നത്. എല്ലാവർക്കും ശ്രീമന്നാരായണൻ്റെയും ഭഗവാന്റെ ഭക്തനായ ശ്രീ ഗരുഡൻ്റെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ഗുരുവായൂരപ്പാ ശരണം.